വാത്മീകി മഹർഷി 12000 വർഷം തപസ്സിരുന്നൊരു ഗുഹ അവിടെയുണ്ട്. അവിടുത്തെ കല്ലിൽ വെള്ളം തൊട്ടിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് വരച്ചാൽ ചന്ദനം വരെ വരും. സീതാദേവി എന്ന് പറയുന്നത് ആരുടെയും മനസ്സിൽ പോലും ഇല്ല. സീതാദേവി ഇല്ലെങ്കിൽ രാമനും ഇല്ല. സ്ത്രീകളെ പൂജിക്കേണ്ടത് സ്ത്രീകളാണ് എന്ന് ഭാരതീയ സ്ത്രീകൾ സീതാദേവിയെ നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് പോകുന്ന പോലെ ഇവിടെ സ്വീകരിച്ച് പൂജിക്കാൻ തുടങ്ങുന്നു. അന്ന് മുതൽ സകല കുടുംബത്തിലും സ്ത്രീകൾക്ക് ഐശ്വര്യം വരാൻ തുടങ്ങും. ഞാനൊരു വട്ടനാണ് അവരുടെ മുന്നിൽ. അപ്പോൾ വട്ടനാണെങ്കിൽ പോലും ഞാനൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെയാണ്. ഈ ബ്രഹ്മസത്യങ്ങൾക്കുള്ള പ്രത്യേകത അതാണ്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല പറയുന്നത്. പുൽപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക രഹസ്യങ്ങളുടെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലവകുശന്മാരുടെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്റ്റോറികളും എനിക്ക് മനസ്സിലായി. എവിടെയാണ് ലവകുശന്മാരുടെ ക്ഷേത്രം, അല്ലെങ്കിൽ എവിടെയാണ് സീതാദേവി ഭൂമി വളർന്നു പോയതെന്ന് കഴിഞ്ഞാൽ ഇവർ പരസ്പരം നോക്കുമ്പോൾ എവിടെയാ, അവിടെയാണ് വാത്മീകി മഹർഷി 12000 വർഷം തപസ് ചെയ്തത്. രാമായണം എഴുതിയതാരാ? വാത്മീകി. അപ്പൊ സീതാദേവിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നതും സീതാദേവി താമസിച്ച സ്ഥലത്ത് എല്ലാ വൃക്ഷങ്ങളും ലവകുശന്മാരാണ്. എല്ലാം ഇരട്ട വൃക്ഷങ്ങളാണ്. ഹനുമാനും സീതാദേവിയും, ഗർഭിണിയായിട്ടുള്ള സീതാദേവിയും പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ഹനുമാന്റെ കയ്യിൽ നിന്ന് ഒരു പുണ്യഭൂമിയുടെ ഒരു ഭാഗം വീണത്. മരുതുമാമല എന്ന് പറയും. ഒരാൾക്ക് വട്ട് കയറിയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലോ അത് ജടായുപ്പാറ. ഭാരതത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇനി സീതാദേവിയെ ഓരോ വീട്ടിലും കൊണ്ടുവരുമ്പോൾ രാമൻ അവിടെ തനിയെത്തും. സ്വധർമ്മം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എൻ്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അവിടെ ചെയ്യാവുന്നത് അതുപോലെ ചെയ്യും. അതിൽ നിന്ന് 1 രൂപ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1 രൂപ എടുക്കില്ല. ഇന്ന് വരെയുള്ള എൻ്റെ ഒരു രീതി അതാണ്. അത് നമ്മൾ സമൂഹത്തിൽ സാധാരണ കാണുന്നത് പോലെ പറയുന്നതാണെന്ന് ചിന്തിച്ചാൽ എനിക്ക് അതിന് പ്രത്യേക തെളിവുകളൊന്നും പറയാനില്ല. രണ്ടാമത്തെ ആശ്രമം എന്ന് പറയുന്നത് പുൽപ്പള്ളിയിലാണ്. പുൽപ്പള്ളിയിൽ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. രാമലക്ഷ്മണൻ സീതാമാരെയൊക്കെ നമുക്ക് അറിയാം അല്ലേ. വാത്മീകി മഹർഷി 12000 വർഷം തപസ്സിരുന്നൊരു ഗുഹ അവിടെയുണ്ട്. ഇന്ന് ആ ഗുഹയിൽ ചെളികൾ വന്ന് മൂടിക്കിടക്കുന്നു. അതിൻ്റെ പുറത്ത് വിളക്കുകളുണ്ട്. അവിടെ ആളുകൾക്ക് അവിടെ നിന്നൊരു സാധനം പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ കല്ലിൽ വെള്ളം തൊട്ടിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് വരച്ചാൽ ചന്ദനം വരെ വരും. അത് വേറെ ആരും പറയണ്ട, നമുക്ക് അവിടെ പോയി ഇപ്പോഴും തൊട്ട് നോക്കി ആ ചന്ദനത്തിൻ്റെ ഗന്ധവും നിറവും അതിലുണ്ട്. കല്ലാണ്. അത് അത്ഭുതം പറയണതല്ല. ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇപ്പം നാളെയും അതങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അതിനോട് ചേർന്ന് വാത്മീകി മഹർഷി സീതാദേവിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ചെറിയ ആശ്രമം അവിടെയുണ്ട്. ആ ആശ്രമത്തിലാണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയതും സീതാദേവി അതിൻ്റെ ബാക്കിലാണ് അതിനുശേഷം സമാധിയായി പോയതും, അതായത് ഭൂമി പിളർന്ന് ഭൂമിയിലേക്ക് പോയതും. സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഹനുമാൻ വന്നിട്ടിരുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു പുണ്യഭൂമി സംരക്ഷിക്കാനുള്ള ഒരു ദൗത്യം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു ആശ്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും ഭാവിയിൽ ഈ പറയുന്ന അടുത്ത വർഷത്തിൽ 2026 തീർക്കണമെന്നുള്ളതാണ് ഒരു മോഹം. ഇത് രണ്ടും നിസ്വാർത്ഥതയുടെ ഭാഗങ്ങളാണ്. ആ ആശ്രമം ഉണ്ടാക്കിയാലും ഞാൻ ജീവിതകാലം മുഴുവൻ അവിടെ കുറ്റിയടിച്ചിടുന്ന അവിടുത്തെ വരുമാനം കൊണ്ട് ജീവിക്കാനില്ല. എനിക്ക് കിട്ടുന്ന എൻ്റെ വരുമാനം മതി. അത് അവിടുത്തെ ഭൂമിയിൽ അവിടെ തന്നെ ചിലവാക്കാനുള്ളതാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം 15000 ഏക്കറോളം ഉണ്ടായിരുന്ന ആ ഏരിയ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി 10 സെൻറ്റിലേക്ക് മാറി. സീതാദേവി എന്ന് പറഞ്ഞാൽ ആരുടെയും മനസ്സിൽ പോലും ഇല്ല. സീതാദേവി ഇല്ലെങ്കിൽ രാമനും ഇല്ല. രാമനും സീതയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അർദ്ധനാരീശ്വരന്മാരെ പോലെയാണ്. ഒരേ ശരീരവും 2 മനസ്സായിട്ട് ജീവിച്ചവരാണ്. അപ്പോൾ രാമനൊരു സ്ഥലത്ത് പൂജിക്കപ്പെടുന്നുണ്ട്, സീതയെ അറിയാതെ പോകുന്നത് ശരിയല്ല. സ്ത്രീകളെ പൂജിക്കേണ്ടത് സ്ത്രീകളാണ്, വേണ്ടേ? ആ സ്ത്രീകളുടെ ഉള്ളിലൊന്നും ഇന്ന് സീതാദേവിയെ പറ്റി ചിന്ത പോലുമില്ല. എല്ലാവരും രാമൻ്റെയും കൃഷ്ണൻ്റെയും പിന്നാലെ പോകുന്നുണ്ട്. എന്ന് ഭാരതീയ സ്ത്രീകൾ സീതാദേവിയെ നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് പോകുന്ന പോലെ ഇവിടെ സ്വീകരിച്ച് പൂജിക്കാൻ തുടങ്ങുന്നു. അന്ന് മുതൽ സകല കുടുംബത്തിലും സ്ത്രീകൾക്ക് ഐശ്വര്യം വരാൻ തുടങ്ങി. അപ്പോൾ നാരികൾക്ക് പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ആ സ്ത്രീ പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നതോടെ, അല്ലെങ്കിൽ ആ സീതാദേവിയുടെ ക്ഷേത്രം അവിടെ ഉയർന്ന് ആ സീതാദേവിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നതോടെ ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഇനി ഉയർച്ചയേ ഉണ്ടാവും. അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങയോട് ഗുരുദേവൻ ഇതിനെപ്പറ്റിയെല്ലാം പറയാറുണ്ട്, ഗുരുദേവൻ സ്വപ്നദർശനത്തിൽ പല കാര്യങ്ങളും പറയാറുണ്ട് എന്ന്. ഈ കാര്യം ഗുരുദേവൻ പറഞ്ഞിട്ടാണോ അങ്ങ് ചെയ്യുന്നത്? പിന്നെ എൻ്റെ അടുത്ത് ഗുരുദേവൻ പറയുകയല്ല ചെയ്യണത്. എന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇപ്പോൾ ഞാൻ ഉദാഹരണ സഹിതം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്കൊരിക്കലും സ്വപ്ന ദർശനമല്ല, എനിക്കുള്ള അറിവ് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ കരിനിലക്കോടിൽ അതും കൂടി പറഞ്ഞാലാണ് കേട്ടോ ഇതിലേക്ക് എത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ട്രിവാൻഡ്രത്തൊരു സ്പിരിച്വൽ അവേഴ്സ് ലാസ്റ്റ് പ്രോഗ്രാം നടന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ശിഷ്യഗണങ്ങളൊക്കെ പാടെ പറഞ്ഞു, നമുക്കൊന്ന് ശിവഗിരി പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പൊക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നില്ല എന്ന് പറഞ്ഞതിനൊരു കാരണം, എൻ്റേതായ കാരണം ഉണ്ടാകും. അവർ വീണ്ടും നിർബന്ധിച്ചു, ഗുരുജി ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ, ഗുരുജിക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്യാം, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നാൽ ശരി, ഞാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ അവർ പോയിട്ട് റൂം എടുത്തു, അവിടെ തങ്ങി. രാത്രി ആയപ്പോഴേക്കും ഞാനും അവിടെ ചെന്നു. അപ്പം ഞാൻ ശിവഗിരിയിൽ എനിക്കവിടെ റൂം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ റൂം തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതിനകത്ത് മനസ്സിലായില്ലേ, ഞാനൊരു വട്ടനാണ് അവരുടെ മുന്നിൽ. അപ്പോൾ വട്ടനാണെങ്കിൽ പോലും ഞാൻ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെയാണ്. അപ്പോൾ എനിക്കവിടെ മുറി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്തു, അവിടെ എനിക്ക് മുറി ഉണ്ടായി. അവിടുത്തെ ചില സ്വാമിമാർ, ചില വ്യക്തികൾ എന്നോട് അടുപ്പമുള്ളവരുണ്ട്, അവരെനിക്ക് മുറി തന്നു. എന്ത് തന്നെയാണെങ്കിലും അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഇവരെല്ലാവരുടെ ആവശ്യപ്പെട്ടു, നമുക്ക് അവിടെ ഒരു സത്സംഗ് നടത്താൻ വേണ്ടിയിട്ടൊരു ഹോള് തരാമോ. അപ്പോൾ ശിവഗിരിയിൽ സാധാരണഗതിയിൽ വെളിയിൽ നിന്ന് ഒരാൾക്ക് പോലും കൊടുക്കാത്ത ഒരു സ്ഥലമാണ് ബ്രഹ്മവിദ്യാലയത്തിൻ്റെ അകത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ഹോളുണ്ട് അവിടെ. എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെയാണ് ഇതിനുള്ള സൗകര്യം തന്നത്. ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ഉള്ളിൽ വെളിയിൽ നിന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോള് തുറന്നു കൊടുത്തു. അപ്പോൾ ഒരു വലിയ ഭാഗ്യമാണത്. അതിന് മുമ്പ് വേറൊരു ഇൻസിഡൻറ്റ് പറയാനുണ്ട്. ഏകദേശം എനിക്കറിയാൻ പറ്റി 2 മാസമായിട്ട് ഗുരുദേവൻ്റെ പ്രതിമയെ, അവിടുത്തെ പ്രതിമയെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. പഴവും കൽക്കണ്ടവും മറ്റെന്തോ മിശ്രിതങ്ങളൊക്കെ ചേർത്തിട്ടാണ് അവിടെ ഗുരുദേവനെ കുളിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് അവിടെ ആ പ്രക്രിയ നടക്കാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഗുരുദേവൻ സ്വയം കുളിച്ച് റെഡിയായിരുന്നു. സ്വയം കുളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുദേവൻ അതിനു വേണ്ടിയിട്ടുള്ള ശിഷ്യനെ അവിടെ വർത്തിച്ചു. അതിനങ്ങനെ എങ്ങനെയാണോ വിധിപ്രകാരം ക്ലീൻ ചെയ്യേണ്ടത് അതുപോലെ ആ പ്രതിമ ക്ലീൻ ചെയ്ത് ഗുരുദേവൻ റെഡി ആയിട്ടിരുന്നു. ഇങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയണതല്ല, അവിടെയുള്ള സ്വാമിയിൽ നിന്ന് അറിഞ്ഞതാണ്. ഇന്നലെയാണ് കേട്ടോ അത് ചെയ്യാൻ സമയം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ നിമിത്തങ്ങൾ ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അല്ലേ. ഇത്രയും 2 മാസമായിട്ട് ഗുരുദേവൻ അവിടെ കുളിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ജലദോഷം പിടിച്ചോ പനി പിടിച്ചോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ അതിനെ കുളിപ്പിക്കാൻ പറ്റാതെ വൃത്തിയാക്കലുണ്ട്. അതിനെ വൃത്തിയാക്കുന്നതിനൊരു രീതിയുണ്ട്. ആ വിധിപ്രകാരം ചെയ്തത് നന്നായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നമ്മൾ മുന്നിൽ കാണുകയാണ്. അടുത്തത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സത്സംഗ് നടത്താൻ അവിടെ പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള ഹോളിൽ ഞങ്ങൾ ഇരുത്താണ്. താഴത്തെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വലിയ ഹോള് കിട്ടിയാൽ ഇത്രയും അത്ഭുതമില്ല. അത് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഗുരുദേവനോട് ചേർന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു 120-150 പേരായിട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോളിൻ്റെ അവിടെ സത്സംഗ് നടക്കുന്ന സമയത്ത് അവിടുത്തെ സ്വാമിമാർ വന്ന് അനുഗ്രഹ പ്രഭാഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി നല്ല ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായി. ആരുടെയോ ഒരു കുടില തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതിൻ്റെ വീഡിയോയുടെ ഒരു കഷ്ണം എടുത്തേച്ച് തസ്മേ ഗുരുജി ചെരുപ്പിട്ട് സമാധിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കി ആരോ ഇറക്കി. അത് ഇത്തിരി വൈറലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി ഫോൺ കോൾസ് വന്നു. നിങ്ങളെന്താ സമാധിക്കകത്ത് ചെരുപ്പിട്ട് കയറിയെന്ന് ചോദിച്ചു. അതാരെങ്കിലും സമ്മതിക്കുമോ? ഞാൻ അന്യമതസ്ഥനല്ല, ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെയാണ്. അതാരാ ചെയ്തതെന്നും എനിക്കറിയാം. അത് ഒരേ ഒരു സ്വാമിയുടെ കുടില ബുദ്ധിയാണ്. ആ വന്നത് മുഴുവൻ SNDPക്കാരും ശ്രീനാരായണ ഗുരുവായിട്ടുള്ള സകല ആൾക്കാരും അത് കാട്ടുതീ പടരുന്ന പോലെ പടർന്നു. അവർക്കൊരു ദിവസം കൊണ്ട് പടർത്താൻ വിഷമമില്ല. എല്ലാവർക്കും അവിടെ എവിടെയും കണക്ഷൻ ഉണ്ട്. എനിക്ക് ഫോൺ കോൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി. കാരണം 1000 കുടത്തിൻ്റെ വേണമെങ്കിൽ വായ അടച്ചു കെട്ടാൻ പറ്റും, ഒരാളുടെ വാ അടച്ചു കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ ഒന്നുമില്ല. ഞാൻ നടക്കുന്ന ആൾ, ഞാൻ വീഡിയോ പിടിച്ചേക്കാണ്. ഞാൻ പെട്ടെന്ന് ശിഷ്യഗണങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ പിറ്റേ ദിവസം പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ആരുടെയും കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നു. വീഡിയോ റെഡിയാക്കി സാധനപ്പോഴത്തേക്കും നമുക്ക് അയച്ചു വന്നത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാമിമാരും ആളുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വരിയായിട്ട് നിൽക്കുന്നു.
ഞാൻ അതിലേക്ക് നടന്ന് കയറി വരണം. എൻ്റെ കാലിൽ ചെരുപ്പുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇതേ ഞാൻ ആ മുകളിൽ കയറി വരുമ്പോൾ മാത്രം എൻ്റെ കാലിൽ ചെരുപ്പുണ്ട്. അവരത് മാത്രമാണ് ആക്കിയിട്ട് വെച്ചത്. ഇത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ സത്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. എനിക്ക് ഉടനെ ശിവഗിരിയിൽ നിന്ന് തന്നെ ഫോൺ വന്നു. ആലുവ അദ്വൈത ആശ്രമത്തിൽ നിന്നും പല പരിചയമുള്ള സ്ഥലത്തു നിന്ന് എനിക്ക് ഫോൺ വന്നു, ഇത് വീഡിയോ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. സ്വാമിമാർ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനും ഞാൻ അതിനകത്ത് എനിക്ക് വൈരാഗ്യമൊന്നുമില്ലോ. ഞാൻ പറഞ്ഞു എന്നെപ്പറ്റി ഒരു മോശ വാർത്ത വന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ സത്യം ഞാൻ തെളിയിക്കണം, വേണ്ടേ? അങ്ങനെയാണല്ലോ കോടതിയിലും. ഇപ്പം ഞാനൊരു ആരെങ്കിലോടും മോശമായിട്ട് പെരുമാറി എന്ന് പറയാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയില്ല എന്നുള്ളത് തെളിയിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമായിട്ട്. ഇവിടെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടു ഞാൻ മോശമല്ല എന്ന് തെളിയിക്കുക എന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാനത് തെളിയിച്ചു. ശിവഗിരിയിൽ നിന്ന് തന്നെ സ്വാമിമാർ വിളിച്ചിട്ട് പറഞ്ഞു അത് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് മോശമാണെന്ന് പറഞ്ഞു. ഞാനപ്പം തന്നെ അത് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തവരെ പിന്നെ വീഡിയോ യൂട്യൂബിലില്ല. പക്ഷെ ആ വീഡിയോ എന്തിനാണ് ചെയ്യിപ്പിച്ചതെന്നാണ് ഇനി പറയാൻ പോണത്. ഇപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ മുഴുവൻ ഇമ്പോർട്ടൻസ് വരാൻ പോണത് ഇനിയാണ്. അപ്പോൾ എന്നെ ഗുരുദേവൻ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ശിവഗിരിയിലേക്ക് വിളിച്ചു വരുത്തി. ഗുരുദേവൻ തന്നെ സ്വയം തയ്യാറായി ഈ വരുന്ന ശിഷ്യഗണങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അവിടെ എത്തി. ഗുരുദേവൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ സത്സംഗം നടത്തി. സ്വാമിമാരുടെ അനുഗ്രഹ പ്രഭാഷണം, അത് തീർന്നു. ആർക്കോ തോന്നിയ അസൂയയിൽ അയാൾ ഉണ്ടാക്കിയ ഫോട്ടോ, പാതകത്തിൽ കാലിൽ ചെരുപ്പിട്ട് കയറണമെന്ന് പറഞ്ഞു. ആ വീഡിയോ മറ്റൊരാൾ കാണാൻ ഇട വന്നു. അയാളിൽ നിന്നാണ് എന്നെ പാതകത്തിലേക്ക് നയിപ്പിച്ചത്. അപ്പം ഞാൻ ശിവഗിരിയിൽ ചെരുപ്പിട്ട് കയറി എന്നാൽ സമാധി മണ്ഡപത്തിൽ ചെരുപ്പിട്ട് കയറിയ തസ്മേ ഗുരുജി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ എന്നെ ഇത്തരത്തിലാണ് ഗുണം ചെയ്തത്. വർക്കലയിലുള്ള വിജേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനും ശിവഗിരിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ശിവഗിരിയിൽ ഒരു സ്ഥലത്ത് ഗുരുദേവൻ്റെ പാദുകൊരുപ്പുണ്ട്, അത് അങ്ങേക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ നോന്നാ പറഞ്ഞു. ഇപ്പം ഞാൻ എന്താ സ്ഥലം എവിടെയാണെന്ന് പിന്നെ ഞാൻ തന്നെ അങ്ങ് മാറിപ്പോയി. പിന്നെ അതിനെപ്പറ്റി വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചു. ഒരിക്കലും ശിവഗിരിയിലേക്ക് ആ പരിസരത്തേക്ക് എനിക്ക് പോകണമെന്ന് സ്വപ്നത്തിൽ പോലും ആഗ്രഹമില്ല. കാരണം ശിവഗിരിയുടെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടവുമായിട്ട് ഒരാൾക്കും എതിർത്ത് നിൽക്കാൻ പറ്റില്ല. ധർമ്മത്തിൽ നിൽക്കുന്ന ഒരാളും എതിർത്ത് നിന്നിട്ടുമില്ല. അങ്ങനെ ആരെയും നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആരോടാണ് എതിർക്കുന്നത്? ഞാൻ എൻ്റെ ഗുരുവും എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയോടാണ് ഞാൻ എതിർക്കാൻ പോകുന്നത്. ഞാൻ എന്തിനാണ് എതിർക്കുന്നത്? വേണ്ട, ഞാൻ ആ പരിസരത്തേക്ക് പോകണില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഇദ്ദേഹം ഫോഴ്സ്ഫുള്ളി എൻ്റെ അടുത്ത് ആ ചെരുപ്പ് ആ പാതകം ഇരിക്കുന്ന കാര്യവും ആ വീടിനെ പറ്റിയിട്ട് അതിൻ്റെ ഡീറ്റെയിലും പറയാണ്. അത് കഴിഞ്ഞിട്ട് ചേർന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. അവർ പറഞ്ഞു ശിവഗിരിയിൽ നിന്ന് ഇതിനു മുമ്പ് പാതകം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പോയിട്ടുണ്ട്, പിന്നെ ബിജു രമേശൻ പോയിട്ടുണ്ട്. അങ്ങനെ പലരും അതിനുവേണ്ടി സമീപിച്ചതാണ്. അത് ആർക്കും കൊടുത്തില്ല. അത് അങ്ങേക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഷെടാ, ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത എനിക്കെന്താ? ഞാൻ ഇവരെ പോലും ഒന്നുമുള്ളൊരു VIP അല്ല, ഒരു സാധാരണ മനുഷ്യൻ. ധ്യാനം കൊണ്ട് എനിക്കൊരു ജ്ഞാനം കിട്ടി. ശരി, ഇത് ഗുരു നിമിത്തമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് പോവാമെന്ന് തീരുമാനിക്കുമ്പോൾ എല്ലാം എനിക്ക് തടസ്സം വരും. ഞാൻ പോണില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഞാൻ പോണില്ല. തലേ ദിവസമാണ് ഈ പോണില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ 1-2 ദിവസം മുമ്പാണ് ഞാനിങ്ങനെ എൻ്റെ ആശ്രമത്തിൽ വെളുപ്പിനെ എനിക്കൊന്ന് ധ്യാനത്തിലിരിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ 2 ശബ്ദങ്ങൾ ഗുരുദേവൻ പറയുകയാണ്. ഒന്ന് പറയണത് ഞാൻ ഒരാൾക്കും 1 രൂപ കൊടുത്തിട്ടില്ല. രണ്ടാമത്തത് ഞാൻ എൻ്റെ വാചകം വിട്ടുപോയി, ഞാൻ എവിടെയോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ 1 രൂപ കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ആ ഉൾവിളി എനിക്ക് മനസ്സിലായി. കാരണം ഗുരുദേവൻ 1 രൂപ സഹോദരനയ്യപ്പന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ 1 രൂപ നാം ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗുരുദേവൻ ആർക്കും മത്സ്യമാംസം കഴിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടില്ല. കാരണം ഗുരുദേവൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള എനിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഗുരുദേവൻ എങ്ങനെ കൊടുത്തു എന്ന് എന്നും ചിന്തിക്കാറുള്ളതാണ്. രണ്ടാമത് ഗുരുദേവൻ്റെ ശബ്ദത്തിലൂടെ ഞാൻ കേട്ടത് ഒരു കാര്യമാണ്. മത്സ്യമാംസം കഴിക്കുന്നവൻ്റെ ഗന്ധം പോലും നമുക്ക് വെറുപ്പായിരുന്നു. ഇത് രണ്ടും എനിക്ക് അപ്പം മനസ്സിൽ തോന്നുകയാണ്, ഇതെങ്ങോട്ടോ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണല്ലോ. ഞാൻ ധ്യാനം കഴിഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്, എടാ ഈ പാതകം സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഗുരുദേവൻ ഒരു പാതകമായിട്ട് തരാനല്ല. എവിടെ നിന്നാണോ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ
ധർമ്മം പ്രചരിപ്പിക്കേണ്ടത് അങ്ങോട്ടേക്ക് തന്നെ എന്നെ നയിക്കുകയാണ്. ശിവഗിരിയിലേക്കുള്ള യാത്രയായിരുന്നു അത്. അത് തന്നെ എന്നെ ശിവഗിരിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ ചെയ്തിട്ടുള്ള ഒരു തന്ത്രമാണ്. നീ അവിടെ പോകണം, ആ പാദകം സംരക്ഷിക്കണം എന്ന് പറയാതെ എന്നോട് പറയാണ്. നേരിട്ട് തസ്മൈ നീ അവിടെ പോയി പാദകം സംരക്ഷിക്കണം കേട്ടോ എന്നല്ല പറയണം. ഇങ്ങനെയാണ് എന്നോട് പറയണത്. എനിക്കെല്ലാം ജീവിതത്തിൽ ഇന്ന് വരെ ഉള്ളത് എന്നെ ഇതേപോലെയാണ് ഗുരു നയിച്ചിട്ടുള്ളത്. എൻ്റെ ഗുരു നയിക്കുന്ന രീതിയിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ ഗുരുവാണത് ചെയ്യണമെന്നുള്ളത്. നേരെ മറിച്ച് എൻ്റെ അടുത്ത് ഗുരുവിൻ്റെ ശബ്ദത്തിൽ പറയാണ് അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് മനസ്സിലാവും ഇത് ഗുരു അല്ല, ഇത് മായയാണ്. ഈ ബ്രഹ്മസത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിലൂടെ നമ്മളെ അറിയിക്കുന്നതെല്ലാം പ്രത്യേക രീതിയിലാണ്. അത് വിവേചിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരിക്കലും ഡയറക്റ്റ് പറയല്ല. ആ പറയുന്നതിന് വ്യക്തതയുണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. പക്ഷേ ആ ശബ്ദവും അത് തന്നെയായിരിക്കും. പറയുന്നത് നമ്മൾ വിവേചിച്ചറിയണം. അതാണ് ബ്രഹ്മത്തിലൂടെ ഈ ബ്രഹ്മസത്യങ്ങൾക്കുള്ള പ്രത്യേകത. അതാണ്, ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല പറയണത്. അപ്പം ഞാൻ അവിടെ പോയി പ്ലാൻ ചെയ്തു. അവൻ്റെ വേണ്ട കാര്യങ്ങൾ, പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. അവരത് എനിക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ ഞാനതിനെ 25 വർഷത്തെ ലീസിന് എഴുതി മേടിക്കും. രജിസ്റ്റർ ചെയ്തല്ല. എന്നിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ അറിയോ? ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ അവർക്ക് തന്നെ കൊടുത്തേക്കണം. അപ്പം നിസ്വാർത്ഥതയാണോ അതിനകത്ത് എഴുതി വച്ചേക്കണത്? ആണ്. എനിക്ക് അതിനകത്ത് സ്വാർത്ഥ വികാരമൊന്നുമില്ല. ഇനി അവിടെ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിലും അവർക്ക് സാധനം വേണ്ടേ? അപ്പോൾ അതിനൊരു ബേസ് ഇത്ര രൂപ വെച്ച് ഞാൻ കൊടുത്തേക്കാം എല്ലാ മാസം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൽ അവിടെ എഗ്രിമെൻ്റ് എഴുതി. ഒന്നും കിട്ടാതിരുന്നാൽ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരെനിക്ക് തന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെങ്ങനെ നടന്നു പോകും? അപ്പോൾ അതിനൊരു ഫിക്സഡ് മാസം ഒരു എമൗണ്ട് വെച്ചിട്ട് ആ രീതിയിൽ എല്ലാ മാസവും കൊടുത്തേളാണ്. അത് ഇത്രയും വർഷത്തേക്ക് വരുമ്പോൾ കോടികൾ വരും ഇല്ലേ? അപ്പം ഞാനൊരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് വച്ചേക്കാണ്. അത് അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഏതൊക്കെയോ ചെറിയ കുടിലതന്ത്രത്തിൻ്റെ ആൾക്കാർ ഒരു കേസുമായിട്ട് വന്നു. അവിടെ ഞാനെന്തോ ബാറ് തുടങ്ങാൻ പോവാണ്, ലേഡീസ് ബാറും മറ്റേ എന്തൊക്കെയോ ഇങ്ങനത്തെ കുറച്ച് അവഹേളന വാക്കുകളൊക്കെ എഴുതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ കോടതിയിലും കേസ് കൊടുത്തു. ഇവർ എന്നെ വിളിപ്പിച്ചൊന്നുമില്ല. സംഭവം വന്ന് കണ്ടു. 1-2 പേരോട് അന്വേഷിച്ചപ്പോഴേക്കും മനസ്സിലായി ഈ തസ്മൈ ഗുരുജിക്ക് ബാംഗ്ലൂർ കിടക്കുന്ന പുള്ളി ഇവിടെ വന്നിട്ട് ഡാൻസ് ബാർ തുടങ്ങിയിട്ട് വേണോ, അതും വർക്കലയിൽ വന്നിട്ട്. ഇത് ഒരു കള്ള വാർത്തയാണെന്ന് മനസ്സിലായി. എന്താണെങ്കിലും അതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ട് പോകുന്നതിനിടയിലാണ് എന്നെ അടുത്ത വഴിക്ക് പറഞ്ഞു വിട്ടത്. അതും ഇതേപോലെ തന്നെ ഒരു വീഡിയോ എൻ്റെ മുന്നിലെത്തിക്കുകയാണ്. പാതകത്തിൻ്റെ വീഡിയോ എന്നിൽ നിന്ന് പുറത്തിറങ്ങിയത്. ലവകുശന്മാരുടെ പിറവി എടുത്ത സ്ഥലവും സീതാദേവി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയെന്നും പിന്നെ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വീഡിയോ എൻ്റെ മുന്നിലെത്തുകയാണ്. ആ വീഡിയോ ശരിക്കും ഞാനൊരു 6 മാസം മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കില്ലാത്തൊരു ഫീലിംഗ് ഈ സമയത്ത് അത് കണ്ടപ്പോൾ തോന്നി. ഉള്ളിലൊരു വേദന തോന്നി. വേദന തോന്നിയിട്ട് അപ്പം ഞാൻ വർക്കല അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഷ്ടമാണല്ലോ ദൈവമേ, ഇത് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണല്ലോ, എങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യണത്? എങ്കിലും എൻ്റെ 2 ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അവിടെ ഒന്ന് പോയി അന്വേഷിക്കുക, അവിടുത്തെ ഈ സത്യം എന്താണെന്ന് അറിയാം. കാരണം ഈ കള്ളക്കഥയാണല്ലോ എല്ലായിടത്തും കേൾക്കണത്. അവരേതായാലും വണ്ടി എടുത്ത് പോയി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ സത്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും മുടിഞ്ഞു കിടക്കുകയാണ്. ഈ മുടിഞ്ഞു കിടക്കുന്നതാണ് കേരളത്തിന് മുഴുവൻ നാശത്തിന് കാരണം എന്നുള്ളതിൻ്റെ രഹസ്യം മനസ്സിലായി. അത് മുടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണോ കേരളത്തിന്? 100%. അത് മുടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കേരളം മുഴുവൻ നശിച്ചു കിടക്കുകയാണെന്നുള്ള സത്യം എനിക്ക് ഭഗവാൻ ഗുരുദേവൻ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് പറഞ്ഞു തരാം, അങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഇത് ധ്യാനത്തിലാണ് അടുത്ത നമുക്ക് അനുഭവം തിരിച്ചു വരുന്നത്. ഇതറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ, നിങ്ങൾ പോരേന്ന് പറഞ്ഞു. അവർ പോന്നു കഴിഞ്ഞ് പോരുന്നതിന് മുമ്പേ എൻ്റെ ശിഷ്യൻ ചോദിക്കണം ഗുരുജി ഞാൻ അവിടെ ഇത്തിരി സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുക്കട്ടെ എന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും കൊടുക്കല്ലേ, നമ്മുടെ കയ്യിൽ പൈസ എവിടെയുള്ള, അങ്ങനെയൊന്നും കൊടുക്കണ്ട, അപ്പോൾ വേണ്ട നമുക്ക് കൂടി തീരുമാനിക്കണം എന്ന് പറഞ്ഞു. വന്നു. അടുത്ത ദിവസങ്ങളിലുള്ള ധ്യാനങ്ങളിൽ മുഴുവൻ എനിക്ക് ഈ പുൽപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക രഹസ്യങ്ങളുടെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ധ്യാന അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയലായിട്ട് ആ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ആ കാലഘട്ടത്തിൽ അവിടെ പോയി ജീവിക്കുകയാണ്, അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ. കാരണം നമുക്ക് ഒരു ബുക്കിൻ്റെ പേജ് മറയ്ക്കണത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ധ്യാനത്തിൽ പോകുന്നത്. ഒരു ബുക്കിൻ്റെ പേജ് മറയ്ക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ള സത്യങ്ങളാണ്. അപ്പോൾ ആ ടൈം ആൻഡ് സ്പേസിലേക്ക് നമ്മളാണ് പോണത്. അതൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ ആണോ? ഡെഫിനറ്റ്ലി ഇത് ആസ്ട്രൽ ട്രാവലിംഗ് ആണ്.
അത് നടക്കുന്ന റിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ആ ഡയമെൻഷനിൽ അത് കിടപ്പുണ്ട്. നമുക്ക് ആ കൃത്യമായിട്ടുള്ള അറിയേണ്ടത് എന്താണോ അത്രയും നമ്മളെ ഗുരുക്കന്മാർ അറിയിച്ചു തരും. ഒരു ടൈം ട്രാവൽ പോലെ. ഒരു ടൈം ട്രാവൽ പോലെയല്ല ടൈം ട്രാവൽ. നമ്മൾ പോവുക, അറിയുക, തിരിച്ചു വരിക. അത് റിയലാണ്. ഇവിടെ നമുക്ക് കെട്ടുകഥകളൊന്നുമില്ല. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചത് ജനങ്ങളെ അറിയിക്കുക ഏറ്റവും നല്ലതൊരു അനിമേഷൻ ചെയ്യണമെന്ന്. ആ അനിമേഷൻ ഇന്നലത്തോടു കൂടി പൂർത്തിയായിട്ടുണ്ട്. അത് മിക്കവാറും നമ്മുടെ കോൺക്ലേവ് പ്രോഗ്രാം നടക്കൂലേ, അതിൻ്റെ പ്രൊമോ ഞാൻ അവിടെ തരാം നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ എഫക്ട്സും എല്ലാം വന്നു കഴിയുമ്പോഴേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ എന്തിനാണ് ഞാൻ തയ്യാറെടുക്കണത്? എനിക്കാരും വീഡിയോ ഉണ്ടാക്കാൻ പൈസ തന്നില്ല. ഉണ്ടാക്കുന്നവർ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ എല്ലാത്തിനും പ്രപഞ്ചം നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയാണ്. അപ്പോൾ ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യനിപ്പോൾ ആ വീഡിയോ ഉണ്ടാക്കിയ ആളാണ്. പുള്ളി ഒരു അനിമേഷൻ ഗ്രാഫിക്സിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടിരുന്നിട്ടുള്ള അദ്ദേഹം അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ കൂടെ പോകും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് അനുഭവം, വീഡിയോ മെഡിറ്റേഷനിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഭൗതിക ജീവിതത്തിനോടുള്ള പല കാര്യങ്ങളും വേണ്ടാന്ന് നോക്കിയാൽ ചെയ്തു. ഇത്രയും സന്തോഷവും സുഖവും മറ്റൊന്നിലും കിട്ടില്ല എന്ന് മനസ്സിലായി. സോ നമ്മൾ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലവകുശന്മാരുടെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്റ്റോറികളും എനിക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ കേരളം ഇതുകൊണ്ട് നശിച്ച് കിടക്കുന്നത്? നമുക്കതും കൃത്യമായിട്ട് നാളെ ജനങ്ങൾ ചോദിക്കും. ഇപ്പം നിങ്ങൾ ചോദിച്ചു പോലെ ചോദിക്കുമ്പോൾ പറയണ്ടേ? ഇവിടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം? അതേ ക്ഷേത്രത്തിൽ ഇന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പൊങ്കാല എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ഒരു പൊങ്കാല പരിപാടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വയം കലം മേടിച്ചുകൊണ്ട് സ്വയം പോയി പൊങ്കാല ഇട്ട് അത് കുടുംബത്തിന് വെച്ച് കൊടുക്കണം. അതിനുള്ള സൗകര്യമില്ല. അവിടെ നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ലവകുശന്മാരുടെ ക്ഷേത്രം, അല്ലെങ്കിൽ എവിടെയാണ് സീതാദേവി ഭൂമി വളർന്നു പോയതെന്ന് ചോദിച്ചാൽ ഇവർ പരസ്പരം നോക്കും. കൂടെ എവിടെയാ ഇങ്ങനെ ചോദിക്കുകയുള്ളൂ. ആ നാട്ടിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. സീതാദേവി സീതാലയം, അതായത് സീതാദേവി ഇരുന്നിട്ടുള്ള ആ ചെറിയ കുടിലിൻ്റെ സൈഡിൽ കൂടെയാണ് ആൾക്കാർ ശവക്കറിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോണത്. എന്നിട്ട് അപ്പുറം പോയി വച്ചു പിടിച്ച് ഇതിൻ്റെ മുന്നിൽ കൂടെ പോകും. ഇതിൻ്റെ 4 പുറം താമസിക്കുന്നത് അധർമ്മികൾ മാത്രമാണ്. അവിടെ സംരക്ഷിക്കാൻ ഒരാൾ പോലുമില്ല. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്നാൽ ഓരോ വീട്ടിലും പോയി നോക്ക്, അവിടെ എല്ലാം ഒരു ആത്മഹത്യ, ഒരു എന്താ പറയുക, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മുഴുവൻ പ്രശ്നങ്ങളാണ് ആ നാട്ടിൽ മുഴുവൻ. നിങ്ങൾ ഓരോ വീട് കയറി ഇറങ്ങി ചോദിച്ചോ. അതാ ക്ഷേത്രം നശിച്ചതുകൊണ്ടാണോ? ക്ഷേത്രം മാത്രമല്ല, അവിടെ എങ്ങനെയാണോ സംരക്ഷിക്കേണ്ട ആ പവിത്ര ഭൂമിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് വാത്മീകി മഹർഷി 12,000 വർഷം തപസ് ചെയ്തത്. വാത്മീകി മഹർഷി 12,000 വർഷം തപസ് ചെയ്തില്ലെങ്കിൽ രാമായണം ഉണ്ടോ? ഇല്ല. രാമായണത്തിൽ രാമൻ ഉണ്ടെങ്കിൽ സീതയുള്ളൂ, സീതയില്ലാത്ത രാമനില്ല. രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനുമാണ് അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ, അല്ലേ? ഒരിക്കലും രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടില്ല. ഈ വയനാട്, ഈ പറയുന്ന പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം കർണാടകയുടെ ഭാഗമാണ്. അതിനെ ഭംഗിയായിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ തിരിച്ച സമയത്ത് ഒരു പുഴയുടെ അപ്പുറം കർണാടകയും ഇപ്പുറം കേരളവുമാക്കി. അപ്പോൾ ഇത് തമ്മിൽ എത്ര മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്? ഒരു 10-12 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കർണാടക എന്ന് പറഞ്ഞാൽ. ഇതേ റൂട്ടിൽ കൂടെ തന്നെ കടന്നാണ് ടിപ്പു സുൽത്താൻ ഇനി കയറി പോകുന്നത്. ഇതേ പുഴയുടെ ഇതേ റൂട്ടിൽ കൂടെ തന്നെ. ഇപ്പോൾ സീതാദേവി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അടുത്താണ് കൊണ്ടുവിടേണ്ടത്? ഒരു വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന പുരുഷൻ അവൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എവിടെയാണ്? അവൻ്റെ സ്വഗ്രഹത്തിൽ, ഇല്ലേ? അവർ വനവാസമെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അക്കാലത്തും ആളുകൾക്ക് കുശുമ്പ് പറയുന്ന സ്വഭാവമുണ്ട്. ഈ ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇവിടെ നടന്ന് കുശുമ്പ് പറയാം. അപ്പോൾ സീതയും രാമനും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തി. ഈ സിറ്റുവേഷനിൽ നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കാതിൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. അവർ നാളെ ഈ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടവരാണ്. അവർ ധർമ്മത്തിൽ ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരെ ചെറുപ്പത്തിലേ തന്നെ വളർന്നു വരുന്ന മുള നുള്ളിക്കളയും. സോ നമുക്ക് അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് എവിടെയാണ് വളർത്താൻ പറ്റണത്? ഭാര്യ വീട്ടിൽ പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ ആൾക്കാർ മുഴുവൻ ചോദിക്കും ഒരു ഭാര്യയെ പറഞ്ഞു വിട്ടില്ല. ഭർതൃഗ്രഹത്തിൽ നിർത്താനും പറ്റില്ല. രാജകുടുംബത്തിലാണെങ്കിലും ആളുകൾ ദുഷിപ്പ് പറഞ്ഞു കൊടുക്കും. ചുറ്റും പുറം പറയുന്ന നാട്ടിലെ കുശുമ്പും കുന്നായ്മയും കേട്ട് കുട്ടികളുടെ മനസ്സ് വൈകൃതമായി പോകും. അവരുടെ നല്ല കോശങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് അധർമ്മങ്ങൾ വന്നു ചേരും.
അപ്പോൾ ഇവരെവിടെയാണ് സംരക്ഷിക്കാൻ പറ്റിയത്? ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കാൻ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ് ആശ്രമ ജീവിതം. ഇപ്പോൾ രാജാവായിട്ടിരിക്കുന്ന രാമന് ആശ്രമത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. സീതാദേവിയാണ് പറയണത്, എന്നെ സൃഷ്ടിച്ച് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്ന്. സീതാദേവിയെ സൃഷ്ടിച്ചത് ആരാ? രാമായണം എഴുതിയത് ആരാ? വാത്മീകി. അപ്പോൾ സീതാദേവിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നതും വാത്മീകി തന്നെയാണ്. ഇത്രയും സുരക്ഷിതമായ കയ്യിലല്ലാണ്ട് പിന്നെ എവിടെ ഏൽപ്പിക്കാൻ പറ്റിയത്? വേറൊരു സ്ഥലമുണ്ടോ? അമ്മാവന്റെ വീട്ടിലല്ല പറഞ്ഞു വിട്ടത്, രാമനെയും ഹനുമാൻ ഭഗവാനെയും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. സോറി, കഥകൾ. അയ്യോ, ഇതൊന്നും കഥയല്ല അത്. ഇനി അതിലേക്കും വരാം. കഥയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള ബാക്കി ഭാഗം കൂടി കേൾക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ലക്ഷ്മണന്റെ കൂടെ ഹനുമാനെയും കൂട്ടിയാണ് വിടുന്നത്. എന്തിനാണ് ഹനുമാനെ വിടുന്നത്? അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല സംസാരിക്കാൻ. സീതയും രാമനും തമ്മിലുള്ള വിവരം വായുപുത്രനാണ്. വായു യും യും ഇങ്ങനെയാണ് ആൻസർ വന്നു പോണത് അല്ലേ. സീതയ്ക്കും രാമനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി അന്ന് പറഞ്ഞു വിട്ടിരുന്ന മൊബൈലാണ് ഹനുമാൻ. ഹനുമാൻ പറഞ്ഞു സീതയുള്ള അത്രയും കാലം ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സീതാദേവിയുടെ കൂടെ ഹനുമാൻ വരുന്നത്. അപ്പോൾ ഹനുമാൻ ഇരുന്നത് സീതാദേവി ഇരുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. ആ ഭൂമിയുടെ തട്ടുപോലും കാണണം. ഇനി സീതാദേവി താമസിച്ച സ്ഥലത്ത് എല്ലാ വൃക്ഷങ്ങളും ലവകുശന്മാരാണ്, എല്ലാം ഇരട്ട വൃക്ഷങ്ങളാണ്. അവിടെ പരിസരത്ത് കാണുന്ന മരങ്ങളില്ലേ, സ്വയം വളർന്നു വന്നിട്ടുള്ള എല്ലാ മരങ്ങളും ഇരട്ട മരങ്ങളാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇതങ്ങനെ ഒരു കോയിൻസിഡൻ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനും ഹനുമാനും സീതാദേവിയും, ഗർഭിണിയായിട്ടുള്ള സീതാദേവിയും പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ഇവിടെ വന്ന് വാത്മീകി മഹർഷിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ലക്ഷ്മണൻ തിരികെ പോകുന്നു. ഹനുമാൻ അവിടെ കാവലിനായിട്ടിരിക്കുകയാണ്. അന്ന് ഈ ആശ്രമ സ്ഥലം എന്ന് പറയുന്നത് 15,000 ഏക്കർ ഉണ്ടായിരുന്നു. ഇന്നത് ചുരുങ്ങി 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 സീതാദേവിയെ ഉൾക്കൊള്ളാൻ പോലും ആളുകൾക്ക് താല്പര്യമില്ലാണ്ടായി. ഒരു സ്ത്രീധർമ്മത്തിൻ്റെ മൂർധന്യ ഭാവമാണ് സീതാദേവി എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീയും സീതാദേവിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തുടങ്ങിയാൽ അന്ന് മുതൽ അവരിൽ മാറ്റം വരും. ഇതാണ് എനിക്ക് 2026 കൊടുക്കാനുള്ള സന്ദേശം. ഏതൊരു വീട്ടിലും രാമനും സീതയും വച്ചിട്ടുണ്ടെങ്കിൽ സീതാദേവിയെ സ്ത്രീകൾ മനസ്സുകൊണ്ട് പൂജിക്കാൻ തുടങ്ങിക്കോ. ആ കുടുംബത്തിൽ ഐശ്വര്യം തന്നെ വരും. ഇവിടെയാണ് എത്ര നാര്യസ്ഥ ഭുജ്യന്തു എന്നും പറഞ്ഞുണ്ട്, കേട്ടിട്ടില്ലേ? സ്ത്രീകളെ പൂജിക്കാനങ്ങ് തുടങ്ങിക്കോ. സ്ത്രീകൾ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ സ്ത്രീകളെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. സീതാദേവിയെ പോയി സന്ദർശിച്ച് അവിടെ തൊഴുത് അവിടെ പോയി പറയുന്ന പൊങ്കാലയിട്ട് അവിടുത്തെ പ്രസാദവും മേടിച്ച് അങ്ങനെ അങ്ങ് ജീവിതം അങ്ങ് തുടങ്ങിക്കോ. അത് സ്ത്രീകൾക്കുള്ള ക്ഷേത്രമാണ്, പുരുഷനുള്ളതല്ല. പുരുഷന്മാർക്ക് ഹനുമാന്റെ ക്ഷേത്രം അവിടെ ഉള്ളത്. ഇന്നതൊക്കെ കെട്ട് നശിച്ച് കിടക്കുക, ഒന്നുമില്ല, നാമാവിശേഷമായി. സീതാദേവി എവിടെ ഇരുന്നേന്നോ, എവിടെ ഭൂമി പിളർന്നു പോയിന്നോ, അതുപോലെ വാത്മീകി മഹർഷി അവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. പക്ഷെ അവിടെ അറിയാം. ആളുകൾ, കണ്ടമാനം ആളുകൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങളവിടെ നിൽക്കുമ്പോഴും മറ്റ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് നോർത്തിൽ നിന്നൊക്കെ ആളുകൾ വരും. അവർക്കറിയില്ല, അവരവിടെ എവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണില്ലാട്ടൊന്നും പറഞ്ഞാൽ തിരികെ പോകും. കാരണം ഇത് പറഞ്ഞു കൊടുക്കാനോ ഇതിനെ മനസ്സിലാക്കി കൊടുക്കാനോ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സംവിധാനമോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ആ എരിക്കുന്ന ഏരിയ വേണി ദേവസ്വം ബോർഡിന് സംരക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം പോലെ ആക്കിയെടുക്കാവുന്നതാണ്. എന്ത് കണ്ടാലും അതിൻ്റെ നല്ലതെടുക്കാൻ നമ്മൾ ശീലിക്കണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവർ ക്ഷേത്രത്തിൽ പോയി തൊഴുതുന്നതായിരിക്കൊണ്ട് നമുക്ക് ആർക്കും ഇഷ്ടക്കുറവുണ്ടോ? ഇല്ല. അവർ പോയി തൊഴുത് അവരിതിനൊരു ക്ഷേത്രമാക്കി മാറ്റി ഒരു ഗംഭീര, ഇപ്പം നമ്മുടെ ഇവിടെ ചെയ്തില്ലേ, രാമക്ഷേത്രം ചെയ്തില്ലേ, അതുപോലെ ഇവിടെ സീതാദേവി ക്ഷേത്രം അവരങ്ങ് ചെയ്തിരുന്നെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? അവിടെ രാമന് പോകുന്ന എല്ലാവരും സീതയുടെ കാണാൻ ഇവിടെ വരില്ലേ? നന്മ ചെയ്യാൻ ഉള്ളിൽ നന്മ ഉണ്ടായിരിക്കണം. ആ നന്മ നമ്മൾ അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തനിയെ എല്ലാം മാറി വരും. അപ്പോൾ എന്നെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചപ്പോൾ ഞാനത് ചെയ്യുക. ഇതാർക്ക് വേണ്ടി ചെയ്യണതാ? കേരളത്തിന് വേണ്ടിയിട്ടല്ലേ. കേരളം നന്നായി ആർക്കാ ഗുണം? ഭാരതത്തിനല്ലേ. അപ്പോൾ ഭാരതം അറിയാത്ത കേരളമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ കേരളം അറിയാത്ത ഭാരതമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇത് ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. കേരളത്തിൽ കൂടെ യാത്ര ചെയ്തോ, ഇതിൻ്റെ താഴെ ചെന്ന് കഴിയുമ്പോൾ എവിടെയാണ്? ശ്രീലങ്കയിലേക്ക് പോകണ ഏതിലെയാണ്? ഈ വഴിയല്ലാണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇനി കടലിൻ്റെ മാർഗം സൈഡിൽ കൂടെ പിടിച്ചു വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലേ,
ആ ഭാഗത്ത് വെച്ചിട്ടാണ് മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ഹനുമാന്റെ കയ്യിൽ നിന്ന് ഒരു പുണ്യഭൂമിയുടെ ഒരു ഭാഗം വീണത്. മരുതുമാമല എന്ന് പറയും ഇല്ലേ, മരുത്വാമല അവിടെയാണ് ഉള്ളത്. വ്യാസഭഗവാന്റെ ഗുഹ അവിടെയുണ്ട് ആ പരിസരത്ത് ഇല്ലേ. അപ്പോൾ വ്യാസഭഗവാനും വാത്മീകിയും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം നോർത്തിൽ മാത്രമുള്ളതല്ല, സൗത്തിലുള്ളതിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കണം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ജടായു പാറ, ഒരാൾക്ക് വട്ട് കയറിയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലോ അത് ജടായു പാറ. അദ്ദേഹവും ഒരു ആത്മീയ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജടായു പാറ ഉണ്ടാക്കിയത് വെറുതെ ഉണ്ടാക്കിയേക്കണമല്ല. ഇനി ആലുവ മണപ്പുറവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കഥ കിടപ്പുണ്ട്, അത് പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ പറയാം. ഇങ്ങനെ ഭാരതത്തിൽ നിന്ന് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അത് കേരളം വരെ കിടക്കുന്നുണ്ട്. അപ്പോൾ പരശുരാമൻ ഇതിലെ പോയിട്ടൊക്കെ ഉണ്ട്, പോവാത്ത സ്ഥലമൊന്നുമല്ല. കാരണം ലങ്ക അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ പരശുരാമൻ്റെ വഴി ഇതിലേ ഉണ്ട്. അപ്പം മഴു അങ്ങനെ എറിഞ്ഞേക്കണതല്ല, ദർശനം പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. നമ്മൾ എവിടെ നോക്കിയാലും കേരളത്തിൽ ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ പൂജാ കാര്യങ്ങൾ, മറ്റ് വ്യത്യസ്തമായിട്ടുള്ള പൂജാവിധാനം, അതാണ് പ്രധാനം. കേരളത്തിലെ ക്ഷേത്രവിധിയും ക്ഷേത്ര സംവിധാനങ്ങളും അതിൻ്റെ പൂജാരീതികളും വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ കർണാടക ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നോക്ക്, അവിടെ മുഴുവൻ ഡെവലപ്ഡാണ്. ഏത് തരത്തിലെന്നുള്ളതല്ല. എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് ഏത് ഭാഗത്ത് പോയാലും കേരളത്തിലെ ജനങ്ങളെ നമുക്ക് കാണാം ഇല്ലേ. ഇതിനർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമില്ലാത്തതെന്നുള്ളതല്ല. കേരളത്തിലെ ഇത്രയും ചെറിയ പോകുന്ന സ്റ്റേറ്റിലെ ജനങ്ങൾ മുഴുവൻ വിദേശത്തും മറ്റ് സ്റ്റേറ്റുകളിലും ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ആളുകൾ കേരളത്തിലേക്ക് വന്നില്ല. കാരണം എന്താ? കേരളം നശിച്ച് കിടക്കുകയാണ്. ആരും നശിപ്പിച്ചേക്കണമല്ല, സ്വയം നശിച്ച് കിടക്കണതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയെയും പറയണ്ട. നിങ്ങളിനി വയനാട് വരെ കിടക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഭൂപ്രകൃതി നോക്കുക. വയനാട് വരെ ഒരേ ലെവലിലാണ് കർണാടക കിടക്കുന്നത്, പിന്നെ കീപ്പോട്ട് പോവാണ്. തമിഴ്നാട് വരെ ഒരേ ലെവലിലാണ് കിടക്കുന്നത്, പിന്നെ കീപ്പോട്ട് പോവാണ്. ആ കീഴോട്ട് പോയിരിക്കുന്ന ഭാഗത്തിന് ദർശനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവഭാഗ്യം തന്നെ വേണം, വേണ്ടേ? ഇവിടെ നമ്മൾ രാവണനെ പൂജിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മുഴുവൻ രാവണന്മാരാ. ഇനി ഇവിടെ വരേണ്ടത് സീതാദേവി ഉള്ളിടത്ത് രാമൻ വരുമോ ഇല്ലയോ? വരൂലേ? രാമനെ കൊണ്ടുവന്നിട്ട് സീതനെ കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കില്ല. ഭാരതത്തിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇനി സീതാദേവിയെ ഓരോ വീട്ടിലും കൊണ്ടുവരുമ്പോൾ രാമൻ അവിടെ തനിയെ എത്തും. ഈ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമില്ലായൊന്നുമില്ല. ക്ഷേത്രം നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്. അപ്പോൾ സീതാദേവി ഓരോ സ്ത്രീയുടെ ഉള്ളിലും വേണം. ഒരു സീതാദേവി എങ്ങനെയാണെന്നുള്ളത് അവരവരുടെ കുടുംബത്തിൽ ഓരോ സ്ത്രീയും കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ ഭർത്താക്കന്മാരും തനിയെ രാമനായി മാറും. ഇതാണ് 2026 നമ്മുടെ ലക്ഷ്യം.